ഹലോ എവരിവൺ. ഇന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു കോവർക്കറുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനായിരുന്നു. അപ്പം ഫംഗ്ഷൻ അങ്ങനെ വിളിച്ചപ്പോഴേക്കും തന്നെ ഞാൻ വളരെ വില്ലിങ് ആയിരുന്നു, വളരെ എക്സൈറ്റഡ് ആയിരുന്നു പോകാൻ വേണ്ടിയിട്ട്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു തമിഴ് ഫംഗ്ഷന് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. എത്തിയപ്പോൾ ഉച്ച സമയത്തേക്കാണ് വിളിച്ചത്. ടൈമിംഗ് അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോയപ്പോഴേക്കും തന്നെ അവിടെ എല്ലാവരും വന്ന് അതിൻ്റെ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോയപ്പം തന്നെ ഞാനവിടെ ചുറ്റുപാടൊക്കെ ഒന്ന് കറങ്ങി വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഇതിൻ്റെ തട്ടുകൾ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഐറ്റംസും ഒരു തട്ടിലാക്കി അവരുടെ ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചടങ്ങ് തുടങ്ങി. ചെക്കൻ വന്ന് അത് തുടങ്ങിയ സമയത്ത് അവർ വേറെ ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂമൊക്കെ മാറ്റി. പിന്നെ അവിടെ എന്ന് പറഞ്ഞൊരു കല്യാണം സെറ്റപ്പ് തന്നെയായിരുന്നു. അവരുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മാലയൊക്കെ ഇട്ടിട്ട്. പിന്നെ മെയിനായിട്ടുള്ള ഫുഡിലേക്ക് കടന്നു. ഫുഡ് വെജിറ്റേറിയൻ തന്നെയായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അടുത്തൊരു ആശ്രമം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ ശ്രീ വിട്ടൽ രുക്മിണി സംസ്ഥാൻ എന്ന് പറയുന്നിട്ടുള്ള ഒരു ആശ്രമമാണ്. അതെന്ന് പറയുന്നത് ബ്രാഹ്മൺ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശ്രമമാണ്. അവരുടെ മതങ്ങളും അതുപോലെ തന്നെ വേദങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് അവിടെ ഉണ്ടായത്. അവർക്കുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ അതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ അക്കോമഡേഷന്, ഫുഡ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഗോശാലയാണ്. 1200 പശുക്കൾ ഉൾക്കൊള്ളുന്ന ഒരു ഗോശാല. അതിനവർ വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ടും വളരെയധികം ഹൈജീനായിട്ടും അത് കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. അവരതിനെ വളരെയധികം അമ്മയും കുട്ടികളുമായിട്ടുള്ള പശുക്കൾ ഒരു സ്ഥലത്ത്, പിന്നെ അതുപോലെ തന്നെ കറവില്ലാത്ത പശുക്കൾ ഒരു സ്ഥലത്ത്, അതുപോലെ ആൺപശുക്കൾ ഒരു സ്ഥലത്ത്, അങ്ങനെ ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ പശു എന്ന് പറഞ്ഞാൽ സാധാ തമിഴ്നാട്ട് പശുക്കളൊന്നും അല്ല ഉണ്ടായിരുന്നത്. അധികവും പുറമേ നിന്ന് വന്നിട്ടുള്ള ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പലതരത്തിലുള്ള ബ്രീഡിലുള്ള പശുക്കളായിരുന്നു അവിടെ. പിന്നെ ഇത് കാണുന്നതൊക്കെ അതിൻ്റെ പുല്ല് തീറ്റകളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. എല്ലാ സമയത്തും വളരെ ഹൈജീനായിട്ട് ക്ലീനിങ്ങിനാണെങ്കിലും അതിൻ്റെ കറവയ്ക്കാണെങ്കിലൊക്കെ വളരെയധികം പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു അരുവിയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലം, വളരെ കാണാൻ ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറിക്കായിട്ട് നല്ല ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. പിന്നെ കുറേ അതിഥ്യങ്ങളുടെ കൂടെയൊക്കെയുള്ള കുറേ സമയം അങ്ങനെ കുറേ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ അമ്പലം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ പ്രതിഷ്ഠയായിട്ടാണ്. ഉള്ളോട്ട് ഫോണൊന്നും അലൗഡല്ല, പക്ഷേ ഇവിടം വരെ ഫോൺ അലൗഡാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആർക്കിടെക്ചറലി അവിടെ നല്ല ഒരു ബിൽഡിംഗ് ആയിരുന്നു അത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി തൊഴുത് ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്.